ഞാൻ കുറച്ച് ബാക്കോട്ട് എന്താണ് പറയാനുള്ളത്? ബിഗ് ബോസ് ഫൈനലിലേക്കാണ്. ബിഗ് ബോസ് ഫൈനലാണ്. എല്ലാവർക്കും ഓൾ ദി കണ്ണാടി ഒന്ന് മാറ്റാം. റിഫ്ലക്ഷൻ അടിക്കും. ബിഗ് ബോസ് ഫൈനലിലെ എല്ലാവർക്കും ഇപ്പൊ ഫൈനലിൽ വന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി വെരി ബെസ്റ്റ്. ആര് വിൻ ചെയ്തായാലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ വിൻ ചെയ്യട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. പിന്നെന്താ, സൈബർ ബുള്ളിംഗ് ഒന്നും ഇല്ലാതെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഈ ടോപ്പ് 5 എത്തിയ കണ്ടസ്റ്റന്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് നല്ല ഗെയിമർ? അങ്ങനെയല്ല, എല്ലാവരും നന്നായിട്ട് ഗെയിം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഉള്ളവരാണല്ലോ ടോപ്പ് 5 എത്തുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ജാസ്മിൻ ആണെങ്കിലും, ജിൻഡോ ചേട്ടനാണെങ്കിലും, അർജുൻ ആണെങ്കിലും, ഋഷി ആണെങ്കിലും, എല്ലാവരും, അഭിഷേക് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു നല്ല ഗെയിമർ എന്നുള്ള രീതിയിൽ ആരെയാ തോന്നിയത്? അതെ ഞാൻ പറയാം, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഗെയിമേഴ്സ്. ലൈക്ക് ഒബ്വിയസ്ലി ഇതിലിപ്പോൾ നമ്മൾ ടാസ്കുകൾ കൂടാതെയുള്ള കുറെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഓരോരോ രീതിയിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഒരു ലേഡി ബിഗ് ബോസ് ഉണ്ടാവും. അപ്പൊ ദിൽഷ ചരിത്രത്തിൽ ആദ്യത്തെ ലേഡി ബിഗ് ബോസ് ആണ്. അപ്പൊ ഇനിയും ഒരു ലേഡി ബിഗ് ബോസ് കൂടി ജാസ്മിൻ ചരിത്രം നല്ല കാര്യമല്ലേ, നല്ല കാര്യമാണ്. ഇപ്പം ലേഡി ബിഗ് ബോസ് ആണെങ്കിലും ഇപ്പൊ ആര് ബിഗ് ബോസ് വിൻ ചെയ്യുകയാണെങ്കിലും ഞാൻ ഇപ്പോഴും ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ട്രോഫി എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. പിന്നെ അത് അത്ര ഈസി അല്ല അത് വിൻ ചെയ്യാന്നുള്ളത്. അപ്പം അതിപ്പോ ആർക്ക് കിട്ടുകയാണെങ്കിലും അത് എന്താ പറയാ, അത് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് ആ ട്രോഫിക്ക്. ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ട്രോഫിയാണ് അത്. ആക്ച്വലി ആരാ പറഞ്ഞ എനിക്കറിയില്ല, കാരണം ഞാൻ അങ്ങനെ എല്ലാ എപ്പിസോഡുകളും കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് കാണാറുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ ജാസ്മിൻ ആണെങ്കിലും നല്ല ആക്റ്റീവായിട്ടൊക്കെയാണ്. ഞാൻ ഇപ്പോൾ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ആള് ഭയങ്കര ആക്റ്റീവാണ്. അതൊക്കെ നല്ല കാര്യമല്ലേ. അതിനകത്ത് ജാസ്മിൻ ഈ ഗബ്രി കോംബോ ഒക്കെ ഉണ്ട്, പുറത്ത് വന്നിട്ട് കുറെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പൊ അതൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നു. ഈ ജാസ്മിൻ ഗബ്രി കോംബോന്റെ വിഷ്വൽസ് ഒക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, ഇരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതൊക്കെ. അപ്പൊ അത് ജീവിതത്തിലേക്ക് ബാധിക്കുന്നുണ്ട് തോന്നുന്നു. എന്നാലും ദിൽഷ നല്ല രീതിയിൽ സോഷ്യലി സൈബർ അറ്റാക്ക് നേരിട്ടൊരു വ്യക്തി കൂടിയാണ്. ഞാൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാലും എനിക്കറിയാം ഒബ്വിയസ്ലി ഒരുപാട് പേര് സൈബർ അറ്റാക്കിന് ഇരയാവാൻ സാധ്യതയുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തില് ലൈക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ കൂടുതൽ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. അപ്പം ഒരുപാട് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ വേദനിപ്പിക്കാതിരിക്കുക. കാരണം ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. ഇവൻ എൻ്റെ ഫാമിലി പോലും ഒന്നും ചെയ്യാത്ത അവർ പോലും കുറെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ സീസൺ കഴിഞ്ഞ് വരുന്ന അവർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം സീരിയസ് ആയിട്ട്. കാരണം അതത്ര ഈസി അല്ല. അങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇറങ്ങി വരാന്നുള്ളത് പറയുന്നത് അത്ര വലിയ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം എന്റെ ഓഡിയൻസ് ആണ്, ഓഡിയൻസിന്റെ വോട്ടിന്റെ പ്രകാരമാണ് നമ്മൾ എന്തായാലും ഇപ്പൊ ഒരു വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നതല്ലേ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഈവൻ എന്റെ എനിക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാനൊക്കെ ഇപ്പൊ എന്റെ സീസണിലാണെങ്കിലും ഞാൻ വന്നു, അവിടെ 100 days നിന്നു. അവിടെ എനിക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അവിടെ ഇറ്റ്സ് എ ഗെയിം ഷോ. ഇതൊരു ഗെയിം ഷോ ആണ്. അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ നമ്മൾ വരിക, നമ്മുടെ പാർട്ടി ചെയ്യുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. ബിഗ് ബോസിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെറുതെ ആണെന്നാണ് പറഞ്ഞിട്ടുള്ള പല സ്ക്രിപ്റ്റഡ് ആണ്. അല്ല, ഞാൻ പലതും സത്യത്തിൽ കേട്ടിട്ടില്ല, കുറെ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പം എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ കയറി കഴിഞ്ഞിട്ട് ഒരു തേർഡ് പേഴ്സണായിട്ട് എനിക്ക് വേറൊരു കോണ്ടാക്ട് അവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത്ര കണ്ടസ്റ്റിനെ അവിടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ 100 days കഴിഞ്ഞിട്ടാണ് നമ്മളൊരു തേർഡ് പേഴ്സണെ കാണുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരാൾ ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടില്ല ആക്ച്വലി ഇത് പ്രകാരം ചെയ്യും എന്നുള്ളത്. പിന്നെ ഒബ്വിയസ്ലി അവർക്ക് അവരുടേതായ ഇപ്പൊ ഗെയിമിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു ടാസ്ക് വരുമ്പോഴും അവർക്ക് അവരുടേതായ ഒരു രീതികളും കാര്യങ്ങളും ഉണ്ടാവും. അത് എന്തായാലും ഉണ്ടാവല്ലോ. അങ്ങനത്തെ യോജിക്കുന്നില്ല എന്റെ സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞ പോലെ അതിന്റെ അകത്തൊരു തേർഡ് പാർട്ടി യഥാർത്ഥത്തിന്റെ ലോബി ആയിട്ട് അതിന്റെ അത് പ്രവർത്തിക്കുന്നുണ്ട്. ബിഗ് ബോസിലെ പല കണ്ടസ്റ്റന്റിനെ ജയിപ്പിക്കാനും എനിക്കറിയില്ല. മേ ബി ആൾക്ക് അതിൻ്റെതായ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടാവാം. എനിക്ക് ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ഒരു ഇതില്ലല്ലോ. എനിക്ക് സത്യത്തിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ അറിയില്ല. ആരാണെങ്കിലും എന്താ പറയാ,
നല്ലൊരു ഡിസേർവ് ചെയ്യുന്ന ഒരാൾ വിൻ ചെയ്യട്ടെ. കാരണം നാളെ ഇനി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഡിസേർവിങ് അല്ലാത്ത ഒരാൾക്കാണ് ട്രോഫി കിട്ടിയെന്നുള്ളൊരു സംഭവം കേൾക്കുന്നതിനേക്കാളും നല്ലത് ഡിസേർവ് ചെയ്യുന്ന ഒരാൾ വിൻ ചെയ്യട്ടെ. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പൊ എത്തിക്കുന്ന ടോപ്പ് 5 എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി വെരി ഈ ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുമ്പാണെങ്കിൽ ഈ കണ്ടസ്റ്റൻസുകളെല്ലാം ഈ മെന്റലിസ്റ്റിനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കയറുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ള സ്റ്റോറികളും മറ്റും അയാളോട് പറഞ്ഞിട്ടാണ് കയറുന്നതെന്ന് മറ്റും ഒരു ഇതുണ്ട്. ഇതിനകത്തൊന്നും ബിഗ് ബോസിൽ നിന്ന് വന്ന ഒരു വ്യക്തി തന്നെ പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിലെന്തെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തോ അവിടെ ഉള്ള ഒരു ഡോക്ടറിനെ കണ്ടിട്ടുള്ളൂ. അതും അവിടെ ഗെയിം കളിച്ചിട്ട് എന്റെ കാല് മുറിഞ്ഞിട്ടോ കായ് ഒടിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അല്ലാതെ എനിക്ക് മെന്റൽ പ്രഷറും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് അതിന്റെ ടാബ്ലറ്റോ അങ്ങനെ നിനക്ക് അവസ്ഥ. പുള്ളിക്കാരൻ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടസ്റ്റന്റുകളെല്ലാം ഇതിനെ കയറുന്നതിന് മുമ്പ് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ ഈ മെന്റൽ സ്റ്റോറിലുള്ള ആൾക്കാരെ ഡോക്ടേഴ്സിനെ അങ്ങനെ ഇവരുടെ ജീവിതം മൊത്തം ഇതുവരെയുള്ള ലൈഫുകൾ പറഞ്ഞിട്ടാണ് അതിനകത്തോട്ട് കയറ്റുന്നതെന്ന് ഒരു തോന്നുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഗെയിമുകളും കാര്യങ്ങളും ടാർഗറ്റ് ചെയ്യുന്നതിനൊക്കെ എനിക്ക് ഇതിന്റെ പിന്നിൽ എന്താണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരുപാട് ഇങ്ങനെ ആഴ്ന്നിറങ്ങിപ്പോയി നോക്കിയിരുന്ന ഒരാളല്ല. ഈവൻ ബിഗ് ബോസ് ഹൗസിൽ പോകുന്ന ടൈമിൽ പോലും ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം ഞാൻ അങ്ങനെ ഒന്നും പോയൊരു വ്യക്തിയല്ല. എനിക്കിങ്ങനെ ഓഫർ വന്നു, ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാനും നിന്നില്ല. ഞാൻ പോയി എൻ്റെ കാര്യം ചെയ്ത് തിരിച്ചു വന്നു. അതുകൊണ്ട് ഞാൻ അത്രയും ആഴത്തിലോട്ട് അതിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അത് ഇറങ്ങിയവർക്കേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. മേ ബി അവരെ കണ്ടുപിടിച്ചതിൽ ശരിയും ഉണ്ടാവാം തെറ്റും ഉണ്ടാവാം, അപ്പോഴും എനിക്കറിയില്ല. ഈ 100 ദിവസം ഫ്ലൈറ്റിന്റെ സമയം. താങ്ക് യു സോ മച്ച്. ദിൽഷയ്ക്ക് പ്രിയപ്പെട്ട ബിഗ് ബോസ് ടോപ്പ് 5 ആരായിരിക്കും? ഒരാളുടെ പേര് ചോദിച്ചാൽ. അല്ല, ഇപ്പം എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ്. പിന്നെ എന്റെ ഫ്രണ്ട് ഉണ്ട്, ഋഷി ഉണ്ട്, അതില് അവന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തന്നെയാണ് ഞാൻ. താങ്ക് യു. ഓക്കെ, ശരി.